ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ അല്പം മുൻപ് GCDA, അതായത് നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ GCDA ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉടമസ്ഥർ അവരാണ്. എന്തെങ്കിലും കരാർ ഈ സ്പോൺസറുമായി GCDA ഒപ്പുവെച്ചിട്ടുണ്ടോ? GCDയുടെ വാർത്താക്കുറിപ്പ് പരിശോധിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഈ സ്പോൺസറുമായിട്ടോ സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായിട്ടോ ഉള്ളതായി പറയുന്നില്ല. കഴിഞ്ഞ 4 ദിവസമായി നമ്മൾ GCDA ചെയർമാനെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേഡിയം വിട്ടു നൽകിയിരിക്കുന്നത്, ഇതിനേതെങ്കിലും തരത്തിലുള്ള കരാറുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്നാണ് പ്രതികരണം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നത്. ഉച്ചയ്ക്ക് ഈ വാർത്താക്കുറിപ്പ് ഇറങ്ങുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് അത് 3 മണിയായി, 4 മണിയായി, 5 മണിയായി, ഏറ്റവും ഒടുവിൽ 6:30 കഴിഞ്ഞ് 7 മണിയോടുകൂടി ആയപ്പോഴാണ് ആ വാർത്താക്കുറിപ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ വാർത്താക്കുറിപ്പ് നമ്മൾ പരിശോധിച്ചാൽ അതിലൊരിടത്തും ഈ കരാറിനെ സംബന്ധിച്ച് ഒരു കാര്യവും പറയുന്നില്ല. സർക്കാരിന്റെ കായിക വകുപ്പ് നൽകിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഡിയം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ ആ കത്തിന്റെ വെച്ചുകൊണ്ട് കഴിഞ്ഞ മാസം ഈ സ്റ്റേഡിയം 26-ാം തീയതി മുതൽ ഈ മാസം അടുത്ത മാസം 30-ാം തീയതി വരെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമാണ് ആ വാർത്താക്കുറിപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ് കായിക മന്ത്രി V അബ്ദുറഹ്മാനാണ് ഈ സ്റ്റേഡിയം GCDAയിൽ നിന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷനിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ കത്ത് 19/9/2025 കിട്ടിയെന്ന കാര്യം കൂടി ഈ വാർത്താക്കുറിപ്പിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ GCDA പറയുന്നത് ഈ സ്പോൺസർ ഇപ്പോൾ അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടർഫിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നു, അവിടുത്തെ ഫ്ലഡ് ലൈറ്റിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നു, ടോയ്ലറ്റുകൾ അടക്കം ആ സ്റ്റേഡിയത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും നിർമ്മാണ പ്രവൃത്തികളുമായി ഈ സ്പോൺസർ മുന്നോട്ട് പോകുന്നു എന്നതാണ് GCDA പറയുന്നത്. ഇപ്പോൾ കളി നടക്കില്ല എന്ന് വന്നതോടുകൂടി ഈ നവംബർ 30-ന് ഈ സ്റ്റേഡിയത്തിന്റെ മുഴുവൻ പണിയും തീർത്ത് കൈമാറാം എന്ന് ഈ സ്പോൺസർ അറിയിച്ചു. സ്റ്റേഡിയത്തിന്റെ പണി മൊത്തം പൂർത്തിയാക്കി കൈമാറാമെന്ന് പറയുന്നു. മത്സരം നടന്നാലും ഇല്ലെങ്കിലും അതാണ് സ്പോൺസർ പറയുന്ന പുതിയ കാര്യം. പക്ഷേ ഇത്രയും വലിയ ഒരു സ്റ്റേഡിയം, അതായത് കേരളത്തിൽ ഉള്ളതിൽ ഒരു മികച്ച സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം. പക്ഷെ അത് കൈമാറി നൽകുമ്പോൾ അത് ആരാണ് ഉപയോഗിക്കുന്നത്? അവരുമായി, അതായത് SKFനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. സ്പോൺസർ പറയുന്നു SKFുമായിട്ടാണ് കരാർ എന്ന് പറയുന്നു. പക്ഷെ അതുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കേണ്ട ചുമതല ശരിക്കും പറഞ്ഞാൽ GCDAക്കില്ലേ? അല്ലെങ്കിൽ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്നുള്ള രീതിയിൽ ഈ സ്റ്റേഡിയം വിട്ടുകൊടുക്കുകയാണോ GCDAയും ചെയ്തത്? ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നവംബർ 30-നകം ഈ സ്റ്റേഡിയം പൂർത്തീകരിച്ച്, അതായത് എല്ലാ നിർമ്മാണ പ്രവർത്തികളും പൂർത്തീകരിച്ച് ഈ സ്പോൺസർ കൈമാറുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് GCDA. അത് കൈമാറിയില്ലെങ്കിൽ GCDAക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം GCDAക്ക് ഈ സ്റ്റേഡിയം വിട്ടുകൊടുത്ത സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി യാതൊരു തരത്തിലുള്ള കോൺട്രാക്റ്റുമില്ല. ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ GCDAയുടെ ഭരണസമിതി തീരുമാനമെടുത്ത് അങ്ങ് കൈമാറിയിരിക്കുന്നുവെന്ന് വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, ഡിസംബറിൽ ISL മത്സരം എന്തായാലും ഇവിടെ നടക്കും. അതോടൊപ്പം തന്നെ ഈ നവംബർ വിൻഡോയിൽ കളി വരുന്നില്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു സമയത്ത് കളി കൊണ്ടുവരികയാണെങ്കിൽ, അതായത് അന്താരാഷ്ട്ര മത്സരം ഈ സ്പോൺസർ കൊണ്ടുവരികയാണെങ്കിൽ അപ്പോഴും ഞങ്ങൾ സഹായത്തിന് തയ്യാറാണ് എന്നാണ് GCDA ഈ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഉടമസ്ഥരായ GCDA ഈ സ്റ്റേഡിയം കൈമാറിയപ്പോൾ യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല എന്ന് ഈ വാർത്താക്കുറിപ്പിൽ നിന്ന് സുവ്യക്തമാണ്. മന്ത്രിയുടെ ഇടപെടൽ, അതുപോലെ തന്നെ സ്റ്റേഡിയം കൈമാറിയ GCDAയുടെ നടപടി എല്ലാം ഈ ഒരു സ്പോൺസറെ വിശ്വസിച്ചാണ് ചെയ്തത്. പക്ഷേ ഏറ്റവും അവസാനം അർജന്റീന വരുന്ന കാര്യത്തിലോ മെസ്സി വരുന്ന കാര്യത്തിലോ ഒന്നും ഒരു ഉറപ്പുമില്ല. അതിനിടയിൽ പുതിയ വാഗ്ദാനങ്ങൾ പിന്നെയും സ്പോൺസർ നടത്തുകയാണ്.